കൺസെപ്റ്റ് ട്രീ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ട്രീ. ഇതുവരെ ഗ്രാഫുകളെ കുറിച്ചും ഗ്രാഫിന്റെ കണക്ടിവിറ്റിയെ കുറിച്ചും ഒക്കെയാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് ട്രീ എന്ന് പറയുന്നത്. എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് സൈക്കിൾസ്. ട്രീ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താണ്? ഒരു സൈക്കിളുകൾ ഇല്ലാത്ത, അതായത് ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങി അതേ എഡ്ജിലേക്ക് തന്നെ വരുന്ന രീതിയിൽ ഒരു സൈക്കിളുകൾ ഇല്ലാത്ത ഗ്രാഫുകളെയാണ് എന്ത് പറയാ, ട്രീ എന്ന് പറയുന്നത്. കൂടെ എന്താണ്? കണക്റ്റഡും കൂടെ ആവണം. സൈക്കിൾ ഉണ്ടാവരുതെന്ന് മാത്രമല്ല, കണക്റ്റഡും കൂടെ ആവണം. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് സൈക്കിൾസ്, അങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് പറയാ, ട്രീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റ്. എ ഗ്രാഫ് വിത്തൗട്ട് സൈക്കിൾസ് ഈസ് കോൾഡ് ആൻ അസൈക്ലിക് ഗ്രാഫ് ഓർ ഫോറസ്റ്റ്. അപ്പൊ ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈക്കിൾ ഉണ്ടാവാൻ പാടില്ല, പക്ഷെ എന്താവണം നിർബന്ധമില്ല, കണക്റ്റഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു ഗ്രാഫിൽ സൈക്കിൾ ഇല്ലെങ്കിൽ അതിനെന്ത് പറയും? ഫോറസ്റ്റ് എന്ന് പറയും. സൈക്കിളും ഇല്ല അത് കണക്റ്റഡും ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ട്രീ എന്നും പറയും. അപ്പൊ അതാണ് ട്രീയുടെയും ഫോറസ്റ്റിന്റെയും ഡെഫിനേഷൻ. അപ്പൊ ഫോറസ്റ്റ് പറഞ്ഞാൽ എന്തായിരുന്നു? എ ഗ്രാഫ് വിത്തൗട്ട് സൈക്കിൾസ്. എന്താവണമെന്നില്ല, കണക്റ്റഡ് ആവണമെന്നില്ല. കണക്റ്റഡും കൂടെ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ട്രീ എന്ന് പറയാം. അപ്പൊ എന്താ, ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിമാർക്സ് ആണ്. ഈച്ച് കോമ്പണന്റ് ഓഫ് എ ഫോറസ്റ്റ് ഈസ് എ ട്രീ. കാരണം എന്താ, കോമ്പണന്റ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആവണമെന്നില്ല. ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് എന്താണ്? ഒരു ട്രീ ആണ്. ഇനി കണക്റ്റഡ് അല്ലാത്ത ഒരു ഫോറസ്റ്റ് ഉണ്ടെന്ന് നോക്കുക, ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള 2 or 3 കാര്യം, അതിലെന്തില്ല, സൈക്കിളുകൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇത് ഒരു ഫോറസ്റ്റ് ആണ്, ഇതിലെന്തില്ല, സൈക്കിൾ ഇല്ല. ഇത് മൊത്തത്തിൽ ഇതാണ് ഗ്രാഫ് ജി. അതായത് എത്ര വെർട്ടിസസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 വെർട്ടിസസ് ഉള്ള ഈ ഒരു ഗ്രാഫ് എന്താണ്? ഒരു ഫോറസ്റ്റ് ആണ്. ഇതിലുള്ള ഓരോ കോമ്പണൻസും നോക്കി, ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ട്രീ ആണ്, ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ട്രീ ആണ്, ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ട്രീ ആണ്. അപ്പൊ എന്താണ്? അതാണ് ഫസ്റ്റ് റിമാർക്ക് പറഞ്ഞത്. ഈച്ച് കോമ്പണന്റ് ഓഫ് എ ഫോറസ്റ്റ് ഈസ് എ ട്രീ. എ ഫോറസ്റ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ്. കാരണം എന്താ? ലൂപ്പ് ഉണ്ടാവില്ല, അതുപോലെ മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ടാവില്ല. ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു സൈക്കിൾ ആയി പോവല്ലോ. അതുകൊണ്ട് എന്താണ്, ഗ്രാഫും ട്രീ ഒക്കെ എന്താണ്? സിമ്പിൾ ഗ്രാഫുകളാണ്. അതുപോലെ എന്താണ്? എ സബ് ഗ്രാഫ് ഓഫ് എ ട്രീ ഈസ് എ ഫോറസ്റ്റ്. ഒരു ട്രീയുടെ സബ് ഗ്രാഫ് എന്താവും? ഒരു ഫോറസ്റ്റ് ആവും. അത് ആ സബ് ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ അതെന്താണ്? ഒരു സബ് ട്രീ ആയിട്ട് മാറും. ഇനി കണക്റ്റഡ് അല്ലാത്ത ഒരു സബ് ഗ്രാഫ് ഒരു ട്രീയുടെ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഫോറസ്റ്റ് ആയിട്ട് മാറും. കാരണം എന്താ? അതിലൊരു സൈക്കിളുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എ കണക്റ്റഡ് സബ് ഗ്രാഫ് ഓഫ് എ ട്രീ ടി ഈസ് എ സബ് ട്രീ ഓഫ് ടി. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രീ ഉണ്ട്, അതിന്റെ ഒരു കണക്റ്റഡ് സബ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതെന്താണ്? ടി എന്ന് പറയുന്ന ഈ ഒരു ട്രീയുടെ ഒരു സബ് ട്രീ ആയിട്ട് വരും. കാരണം എന്താ? കണക്റ്റഡ് സബ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ. അതുപോലെ അടുത്ത റിമാർക്കാണ്, എവരി ട്രീ ഈസ് എ ഫോറസ്റ്റ് ബട്ട് എവരി ഫോറസ്റ്റ് നീഡ് നോട്ട് ബി എ ട്രീ. കാരണം എന്താ? ഏത് ട്രീ എടുത്തു കഴിഞ്ഞാലും അതിലൊന്നും സൈക്കിൾ ഉണ്ടാവില്ല. പക്ഷെ ഫോറസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാലോ അത് കണക്റ്റഡ് ആവണം എന്നില്ല. അപ്പൊ എന്താണ്? കണക്റ്റഡ് അല്ലാത്ത ഫോറസ്റ്റുകളൊന്നും ട്രീ അല്ല. അപ്പൊ കോൺവേഴ്സ് എപ്പോഴും ട്രൂ ആവണം എന്നില്ല. ഒരു എക്സാമ്പിൾ ആണ് ഈ ഫസ്റ്റത്തെ 2 എന്താണ്? ട്രീ ആണ്. ട്രീ ആണെന്ന് മാത്രമല്ല ഇതെന്താണ്? ഐസോമോർഫിക്കും കൂടെയാണ് അല്ലെ? ഈ 2 ഗ്രാഫുകളും ഐസോമോർഫിക് ട്രീ ആണ്. ഇതെന്താണ്? മൂന്നാമത്തെ എക്സാമ്പിൾ, ഇതൊരു ഫോറസ്റ്റ് ആണ്. ഇത് രണ്ടും കൂടെ കൂടിയതാണ്. ഇത് കാരണം എന്താ? ഇത് കണക്റ്റഡ് അല്ല. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിലോ അതെന്താവും? ഇത് ഫോറസ്റ്റും ആണ്, ഒരു ട്രീയും കൂടെയാണ്. അപ്പൊ ഈ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ എന്താണ്? ഇതൊരു ഫോറസ്റ്റ് ആണ്. അതുപോലെ ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറം ആണ് അടുത്തത്. അടുത്ത തിയറം എന്താണ്? എ സിമ്പിൾ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എനി 2 ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ എ യുണീക് പാത്ത്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിമ്പിൾ ഗ്രാഫ് ഉണ്ട്, ഈസ് എ ട്രീ, ഒരു ട്രീ ആണ്. എപ്പോ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. ഇപ്പൊ എന്താണ്? എ സിമ്പിൾ ഗ്രാഫ് ഈസ് എ ട്രീ ആണെങ്കിൽ എന്താണ്? എനി 2 ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ എ യുണീക് പാത്ത്. ആ ഒരു ട്രീന്റെ അകത്തുള്ള ഏത് 2 വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അത് ഒരു യുണീക് പാത്ത് കൊണ്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പാത്ത് എന്താണ്? എപ്പോഴും യുണീക്ക് ആണ്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ഇതൊരു ട്രീ ആണ്. ഇതിൽ ഏതെങ്കിലും 2 വെർട്ടിസസ് എടുക്കുക, ഈ 2 വെർട്ടെക്സ് എടുക്കുക. ഈ വെർട്ടെക്സ് നിന്ന് ഈ വെർട്ടെക്സ് എന്തേ നമുക്ക് കിട്ടുള്ളൂ? ഒരു സിംഗിൾ പാത്ത്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പാത്തേ കിട്ടുള്ളൂ. വേറൊരു പാത്ത് കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തല്ല? ഒരു ട്രീ അല്ല. അതുപോലെ തന്നെ എന്താണ്? ഏത് ഒരു ഗ്രാഫ് എടുക്കുക, അതിൽ ഏത് 2 വെർട്ടിസസും തമ്മിൽ എടുത്തു കഴിഞ്ഞാലും യുണീക്ക് പാത്തുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു ഗ്രാഫ് എടുക്കുക, ഇതിലെ ഏത് 2 വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താ പറ്റുള്ളൂ? ഇപ്പൊ ഈ ഒരു വെർട്ടെക്സും കൺസിഡർ ചെയ്യുക. ഇത് തമ്മിൽ എന്തേ ഉള്ളൂ? ജോയിൻ ചെയ്യാൻ നമുക്കൊരു യുണീക്ക് പാത്ത് മാത്രമേ ഉള്ളൂ.
ഇത് മാത്രമല്ല ഈ ഒരു ഗ്രാഫിലെ ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അത് തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു യുണീക്ക് പാത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഗ്രാഫ് ഒരു ട്രീ ആണ്. അതാണ് ഈ തിയറം പറയുന്നത്. എ സിമ്പിൾ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എനി ടു ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ എ യുണീക്ക് പാത്ത്. എങ്ങനെയാ അത് പ്രൂവ് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് പാർട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം. അതിലെ ഫസ്റ്റ് പാർട്ട് എടുക്കുക. ലെറ്റ് ടി ബി എ ട്രീ. ടി എന്ന് പറയുന്നത് ഒരു ട്രീ ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പൊ ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അത് തമ്മിൽ ഒരു യുണീക്ക് പാത്തേ ഉള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ അസ്യൂം ചെയ്യാം? സപ്പോസ് ദാറ്റ് ടു ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് യു ആൻഡ് വി ആർ കണക്റ്റഡ് ബൈ ടു ഡിസ്റ്റിങ്ക്ട് യു വി പാത്സ്. അതായത് യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്, വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്. ഇതിന്റെ ഇടയിലും കുറെ വെർട്ടെക്സ് ഉണ്ടാവാം. അപ്പൊ യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് വി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് രണ്ട് പാത്തുകൾ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് പാത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പൊ രണ്ട് പാത്തുകൾ ഉണ്ടെങ്കിൽ എന്താ? ഈ രണ്ട് പാത്തുകളും കൂടി കൂടിയിട്ട് എന്താവും? ഒരു സൈക്കിൾ ആവും. അപ്പൊ എന്താണ്? നമ്മുടെ ടി എന്ന് പറയുന്ന ഗ്രാഫ് ഒരു സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നാവും. അപ്പൊ അത് എന്തിന് കോൺട്രാഡിക്ഷൻ ആവും? എന്താ നമ്മൾ അസംഷൻ? ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രീ ആണ് എന്നുള്ളതാണ് അസംഷൻ. ട്രീ ആണെങ്കിൽ എന്തുണ്ടാവില്ല? സൈക്കിൾ ഉണ്ടാവില്ല. അപ്പൊ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പാത്തുകൾ, യു വി പാത്തുകളെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താവില്ല? ഒരു ട്രീ ആവില്ല. അപ്പൊ നമ്മുടെ അസംഷൻ എന്തായി? ഒരു കോൺട്രാഡിക്ഷൻ ആയി. അതുകൊണ്ട് എന്താണ്? ട്രീ ആണെങ്കിൽ യുണീക്ക് പാത്തേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് അസ്യൂം ചെയ്യാം. എന്താണ്? ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അത് ഒരു യുണീക്ക് പാത്ത് കൊണ്ട് മാത്രമേ അതിലുള്ളൂ എന്നുള്ളത്. അപ്പൊ എന്താണ്? അതിന് ജി എന്തായാലും കണക്റ്റഡ് ആണെന്ന് കിട്ടും. കാരണം എന്താ? ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അത് തമ്മിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. അങ്ങനെ ജിക്ക് എന്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല? ഒരു സൈക്കിളും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഒരു സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഏതെങ്കിലും രണ്ട് വെർട്ടെക്സ് എടുക്കുമ്പോൾ ഒരു സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു രണ്ട് വെർട്ടെക്സുകൾ തമ്മിൽ മിനിമം രണ്ട് പാത്തുകളെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ്? പാത്ത് യുണീക്ക് അല്ല എന്ന് കിട്ടും. അതുകൊണ്ട് എന്താണ്? സൈക്കിൾ ഇല്ല, കണക്റ്റഡും ആണ്. അപ്പൊ എന്ത് കിട്ടി? ജി ഒരു ട്രീ ആണെന്ന് കിട്ടി. അപ്പൊ ഇത്രയാണ് ഈ തിയറം പറയുന്നത്. ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.